ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി ചെയർപേഴ്സൺ മുൻ ചെയർമാൻ ശ്രീ മാത്യു തോമസ്, പോൾ ജോർജ്, ഗീത ഷിജോയ്, മറ്റ് മാധ്യമ സുഹൃത്തുക്കളെ, കഴിഞ്ഞ 18-ാം തീയതി അങ്കമാലി നഗരസഭയുടെ മുമ്പിൽ വളരെയധികം പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കത്തക്ക രീതിയിൽ ഒരു സ്ഥലം വാങ്ങി ജൈവമാലിന്യ സംസ്കരണത്തിന് വേണ്ടി സ്ഥലം വാങ്ങിയതിന്റെ പേരിൽ ഒരു വലിയ സമര ആഭാസം ഇവിടെ നടക്കുകയുണ്ടായി. അത് വോട്ടർ പട്ടികയിൽ ആളുകൾ വോട്ട് ചേർക്കുന്ന ഈ സമയത്ത് വോട്ടർ പട്ടികയിലെ വോട്ട് ചേർക്കാൻ വരുന്ന ആളുകളെ തടയുക എന്ന ലക്ഷ്യമായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പ്രായമായവർ, രോഗികൾ, കന്യാസ്ത്രീകൾ, നിരവധി പേരന്ന് ഈ സമര ആഭാസം മൂലം തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും ആ സമരത്തിന് ആധാരമായി ഇവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, മാലിന്യ സംസ്കരണത്തിന് വേണ്ടി അയ്യായിപ്പാടത്ത് നഗരസഭ 1 ഏക്കർ 5 സെന്റ് സ്ഥലം വാങ്ങി എന്നുള്ളതാണ്. കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് ഇവരിതിന്റെ പുറകെ നടന്നു 3,30,000 രൂപയ്ക്ക് വാങ്ങാനിരുന്ന സ്ഥലം 1,90,000 രൂപയ്ക്കാണ് സ്ഥലം അങ്കമാലി നഗരസഭ വാങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം. യാതൊരു തിക്കും തിരക്കും കൂട്ടാതെ വളരെ നിയമപരമായ എല്ലാ നടപടികളും പൂർത്തീകരിച്ചുകൊണ്ടാണ് ഈ സ്ഥലം ഏറ്റെടുത്തത്. അതിനുവേണ്ടി ആദ്യം പരസ്യം ചെയ്ത് ആളുകളുടെ ഓഫർ കിട്ടിയതിന് ശേഷം ആദ്യമായി പർച്ചേസ് കമ്മിറ്റി 15/5/2005 കൂടി സ്ഥലപരിശോധന നടത്തി ഏകാണ്ടമായി അങ്കമാലി നഗരസഭയ്ക്ക് അനിവാര്യമായ ഒരു പരിപാടിയാണ് മാലിന്യ സംസ്കരണം നടത്തിയില്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഏകകണ്ഠമായി LDFും BJPയും UDF കൗൺസിലർമാരും അടങ്ങുന്ന പർച്ചേസ് കമ്മിറ്റി തീരുമാനമെടുക്കുകയുണ്ടായി. വീണ്ടും 23-ാം തീയതി പർച്ചേസ് കമ്മിറ്റി കൂടി അന്ന് നെഗോഷിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അവർ 2.90, 2.80 ഇതൊക്കെ പറഞ്ഞ് നെഗോഷിയേറ്റ് ചെയ്ത് ചർച്ച ചെയ്ത് അവരുടെ ബാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള കാരണം നന്നായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അത് മൂലം 1,90,000 രൂപയ്ക്ക് നഗരസഭയ്ക്ക് ഈ സ്ഥലം അങ്ങനെ നെഗോഷിയേറ്റ് ചെയ്തു. വീണ്ടും പർച്ചേസ് കമ്മിറ്റി 26-ാം തീയതി കൂടി സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി കൗൺസിൽ തീരുമാനപ്രകാരം 27-ാം തീയതി വീണ്ടും 13-ാം നമ്പർ പ്രകാരം സ്ഥലം ഏറ്റെടുക്കുന്നതിന് തീരുമാനിച്ചു. അങ്ങനെ എല്ലാ നടപടികളും പൂർത്തീകരിച്ച് ആദ്യം ലീഗൽ ഒപ്പീനിയൻ, വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ്, താലൂക്കിൽ നിന്നുള്ള വില നിശ്ചയിച്ചു തരൽ, അത് കഴിഞ്ഞ് പ്ലാനിംഗ് ഓഫീസ്, അത് കഴിഞ്ഞ് ജോയിന്റ് ഡയറക്ടർ, അങ്ങനെ തുടങ്ങി എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞ് എല്ലാ പരിശോധനകളും പൂർത്തീകരിച്ച ശേഷമാണ് നഗരസഭ 2 കോടി രൂപ തനത് ഫണ്ടിൽ നീക്കിവെച്ച തുകയ്ക്ക് ഈ സ്ഥലം വാങ്ങിയത് എന്നതാണ് യാഥാർത്ഥ്യം. അല്ലാതെ ഈ ആരോപിക്കുന്ന ആരോപണത്തിൽ ഇവർ ഈ കായികാഭ്യാസം നടത്തേണ്ട കാര്യമില്ലല്ലോ. നിയമപരമായി അവർക്ക് EDയെ സമീപിക്കാം, CBIയെ സമീപിക്കാം, അല്ലെങ്കിൽ വിജിലൻസിനെ സമീപിക്കാം. സർക്കാർ സംവിധാനം ഇത്രയും ഉള്ളപ്പോൾ ഈ കായിക ബലം കാണിച്ച് ആളുകളെ പേടിപ്പിക്കാമെന്നൊരു ധാരണ ഉണ്ടെങ്കിൽ തെറ്റാണ്. ആദ്യമായി എനിക്ക് പറയാനുള്ള ഒരു കാര്യം അതാണ്. അതുപോലെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് നിരവധി കാര്യങ്ങൾ ഇവിടെ ഞങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞു. അന്ന് പത്രസമ്മേളനം അല്ലായിരുന്നു, നമ്മുടെ ആരതിയും ഡിവിനും അല്ലെങ്കിൽ ഇങ്ങനെ പോൾ ജോറും ഡിവിനും അങ്ങനെ 4 പേര് വന്നിങ്ങനെ ഒരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് വികസന പ്രവർത്തനങ്ങളിൽ ഒന്നാമത് ഞങ്ങൾ ഈ കൗൺസിൽ വന്നതിന് ശേഷം തുടങ്ങിയ ഐക്കാട്ടുകടവ് അമ്പലക്കുളം, അത് 87 ലക്ഷം രൂപ മുടക്കി ഐക്കാട്ടുകടവ് അമ്പലക്കുളം പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുക്കത്തക്ക രീതിയിൽ വളരെ നല്ല അമൃത പദ്ധതിയിലൂടെ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. രണ്ടാമത് ഐക്കാട്ടുകടവ് നവീകരണം, പാർക്ക് നവീകരണം, അത് 90 ലക്ഷം രൂപയുടെ പരിപാടിയാണ്. 4 ഘട്ടങ്ങളായിട്ട് 2 ഘട്ടം ഇപ്പോൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. മൂന്നാമത് ലിഫ്റ്റ് ഇറിഗേഷൻ, വിവിധ വാർഡുകളിൽ 28, 29, 30, 1, 5 വാർഡുകളിൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിലൂടെ ജലവിതരണം സംവിധാനം വർദ്ധിപ്പിക്കുന്നതിന് 50 ലക്ഷം രൂപ ചെലവഴിക്കാൻ സാധിച്ചു. ഇത് അവരുടെ കാലത്തല്ലല്ലോ. ജലക്ഷാമം പരിഹരിക്കുന്നതിന് 15 ലക്ഷം രൂപ വകയിരുത്തി ഇറിഗേഷൻ കുളം നവീകരിച്ചു. അതുപോലെ പുതിയ മോട്ടറും അനുബന്ധ സംവിധാനങ്ങൾക്കും 18 ലക്ഷം രൂപ വകയിരുത്തി സ്ഥാപിക്കാൻ കഴിഞ്ഞു. അമൃത കുടിവെള്ള പദ്ധതിയിലൂടെ 1200 വീടുകൾക്കാണ് കുടിവെള്ള കണക്ഷൻ കൊടുത്തത്. അപ്പൊ പറയും അത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. കേന്ദ്ര ഗവൺമെന്റ് ആയാലും കേരള ഗവൺമെന്റ് ആയാലും പദ്ധതികൾ നടപ്പാക്കണമെങ്കിൽ നഗരസഭ അതിന് മുൻകൈ എടുക്കണ്ടേ? ഇവരുടെ കാലത്തൊക്കെ നിരവധി കാര്യങ്ങൾ നടപ്പാക്കാൻ വന്നതൊന്നും നടപ്പാക്കാതെ ലാപ്സായി പോയ സംഗതിയാണ് ഉണ്ടായത്. പട്ടികജാതി സമുച്ചയം, പാർപ്പിട സമുച്ചയം, അവര് 2019 SC ഫ്ലാറ്റിനായി നഗരസഭാ സ്ഥലത്ത് ഒരു ബേസ്മെന്റ് ഇട്ടു. പക്ഷേ അതിന് ബലം ഉണ്ടായിരുന്നില്ല. ബേസ്മെന്റ് തറക്കല്ലിട്ടു എന്നുള്ളതല്ലാതെ അവർ തുടങ്ങിയതാണ് എന്ന് പറയാനായിട്ട് അതിന് ഒരു ബലക്ഷയമായിരുന്നു. അത് ഞങ്ങൾ വീണ്ടും സ്ട്രെങ്തൻ ചെയ്ത് 6 കുടുംബങ്ങൾ ഇപ്പോൾ 1-ാം നിലയിൽ താമസിപ്പിക്കുന്നു. 3 നിലയായി 18 ഭൂരഹിതർക്ക് പട്ടികജാതിക്കാർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ആ പരിപാടി ഉണ്ടാക്കിയത്. അതിന്റെയും പിതാക്കന്മാർ ഞങ്ങളാണ്. സ്ത്രീ വികസന കേന്ദ്രം, ഈച്ചാനിക്കാട് സ്ത്രീ വികസന കേന്ദ്രത്തിന് ഭൂമി വാങ്ങി, ചുറ്റുമതിൽ കെട്ടി, കിണർ കുഴിച്ചു, 10 ലക്ഷം രൂപ വിനിയോഗിച്ചു കഴിഞ്ഞു. പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി 25 ലക്ഷം രൂപയും ഇപ്പൊ നീക്കിവെച്ചു. പണി ആരംഭിക്കാൻ പോവുകയാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണല്ലോ ഓൾഡ് മുനിസിപ്പാലിറ്റി, പഴയ മുനിസിപ്പൽ കെട്ടിട നവീകരണം. 2,70,00,000 രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഓൾഡ് മുനിസിപ്പാലിറ്റി
പുതിയ നവീകരിക്കാൻ തീരുമാനിച്ചത്, പണി ആരംഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഓൾഡ് മുനിസിപ്പാലിറ്റി കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് നവീകരിക്കണം, അതൊന്ന് പുതുക്കി പണിയണമെന്ന് നമ്മുടെ UDF കൗൺസിലർമാർ മുഴുവൻ ആവശ്യപ്പെട്ടിട്ടും അത് പൊളിച്ചു കളഞ്ഞ് ചില വ്യക്തികൾക്ക് സൗകര്യമൊരുക്കി കൊടുക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് അവർ മുന്നോട്ട് വരുന്നത്. മാത്രവുമല്ല, അങ്കമാലി നഗരസഭയുടെ ആ ഭരണസമിതിയുടെ കാലത്ത് 4 കോടി രൂപയോളം മുനിസിപ്പാലിറ്റിക്ക് നഷ്ടം വന്നു. കാരണം വാടക ഇനത്തിൽ കിട്ടേണ്ട പൈസകൾ കിട്ടിയിട്ടില്ല. ഈ പറഞ്ഞ കെട്ടിടം നവീകരിക്കാൻ നീക്കിവെച്ചതോ മാറ്റിവെച്ചോ അത് ആ പണി അവർ നടത്തണ്ട എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഭീമമായൊരു നഷ്ടമാണ് ഓൾഡ് മുനിസിപ്പാലിറ്റിയുടെ കാര്യത്തിൽ അവർ വരുത്തി കൂട്ടിയത്. അത് വീണ്ടും പുനർനിർമ്മിച്ച് അത് നവീകരിച്ച് ആളുകൾക്ക്, ഇപ്പോൾ ഉള്ള ആളുകളുടെ കടമുറികൾക്കും അതുപോലെ തന്നെ ബാക്കിയുള്ളത് പുതിയ രീതിയിൽ ലേലം ചെയ്ത് കൊടുക്കുന്നു. മുനിസിപ്പാലിറ്റിക്ക് വൻതോതിലുള്ള നിസ്സാര നാളത്തെ വരുമാനം കൊണ്ട് ഈ പണിയുന്ന കാശ് മുനിസിപ്പാലിറ്റിക്ക് ലാഭമാണ്. അതുപോലെ തന്നെ ചമ്പന്നൂരിലെ മാത്യു തോമസ് ചെയർമാനായിരുന്നപ്പോഴാണ് ഈ കതിരണിയൻ പദ്ധതി നിന്നോ, കതിരണിയൻ അല്ലല്ലോ പദ്ധതി, നഗരസഭയുടെ പദ്ധതിയാണ്. ആ പദ്ധതി പ്രകാരം അവിടെ മാലിന്യജലം, ഈ ചമ്പന്നൂരിൽ വ്യവസായശാലയിൽ വരുന്ന മാലിന്യജലം ഒരു കാരണവശാലും പറ്റില്ല, തോട്ടിലേക്ക് ഒടുക്കാൻ പറ്റില്ല, പാടശേഖരങ്ങളിലേക്ക് വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അന്ന് ശ്രീ മാത്യു തോമസ്, സിനി മനോജ്, പോൾ ജോവർ, ഗീത, ഇവര് അന്ന് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ സിനി ഉണ്ടായിരുന്നു, ഇവരൊക്കെ കൂടി പോയി അവിടെ ബലമായി ഈ ഇൻഡസ്ട്രീസിന്റെ ആളുകളെ കണ്ട് അടപ്പിച്ച് നിയമ നടപടി എടുക്കുമെന്ന് പറഞ്ഞ് ആ മലിനജലം ഒഴുക്കാതെ പൂർണ്ണമായും അവിടുത്തെ വെള്ളം മലിനജലത്തിന്റെ പ്രശ്നമില്ലാതെ വന്നപ്പോൾ അവിടെ ആ കർഷകർക്ക് ആത്മവിശ്വാസം വന്നു. നമ്മൾ കറണ്ട് ഫ്രീ കൊടുത്തു, അല്ലെ, കറണ്ട് ഫ്രീ കൊടുത്തു പോസ്റ്റിട്ട്. അതുമൂലം അവിടെ 100 ഏക്കർ സ്ഥലം കൃഷി ചെയ്യാൻ കഴിഞ്ഞു. അത് നഗരസഭയുടെ പരിപാടിയാണ്, അത് അവരുണ്ടാക്കിയതല്ലോ. നായത്തോട് ഈ 14-ാം വാർഡില് ശ്രീ മാത്യു തോമസിന്റെ വാർഡില് ഏറ്റവും നല്ല സ്മാർട്ട് അംഗൻവാടി, എത്ര 90 ലക്ഷം, 55 ലക്ഷം രൂപ വെച്ച് അതൊരു ഏറ്റവും നല്ല, ഈ നഗരസഭയിലെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള സ്മാർട്ട് അംഗൻവാടി പൂർത്തീകരിച്ചു കഴിഞ്ഞു. അവിടെ ആരോഗ്യപാത നായത്തോട്, അത് എയർപോർട്ടിന്റെ അവിടം വരെ നായത്തോട് ചെത്തിക്കോട് നിന്ന് ആരംഭിച്ച് നല്ല ആരോഗ്യപാത നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല, നടത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഏറ്റവും രസകരമായൊരു കാര്യം, ഹെൽത്ത് വെൽനസ് സെന്റർ. ഹെൽത്ത് വെൽനസ് സെന്റർ കഴിഞ്ഞ പ്രാവശ്യം ശ്രീ ഏലിയാസ് പറയണ കേട്ടു, അത് അവരുടെ കാലത്ത് കൊണ്ടുവന്നതാണ്. ചമ്പന്നൂർ ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ടായിരുന്നു. ഈ പ്രൈമറി ഹെൽത്ത് സെന്റർ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി പ്രകാരം ചമ്പന്നൂരും ജോസ്പുരത്തും ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ പുതിയതായി രൂപീകരിച്ച് കെട്ടിടം നവീകരിച്ച് 2 ഡോക്ടർമാരും നഴ്സുമാരും അടക്കം ഇന്ന് അവിടെ 600-700 പേഷ്യൻസ് ഒക്കെയാണ് മാസത്തിൽ അവിടേക്ക് വരുന്നത്. അപ്പോൾ ഒരു ദിവസം OP 20-30 പേഷ്യൻസ് ഒരു ദിവസം വന്നു തുടങ്ങി. അത്ര അത് ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ കൊണ്ടുവന്നാണ്. അത് അവരുടെ അല്ല എന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥമില്ല. 3-ാമത് ഒരെണ്ണം കൂടി ഇപ്പൊ ഒരു വെൽനസ് സെന്റർ ചെത്തിക്കോട് തുടങ്ങാൻ ഉള്ള നടപടി ആരംഭിച്ചു. അതിൻ്റെ ഇത് ആയിക്കൊണ്ടിരിക്കുന്നു. ടേക്ക് എ ബ്രേക്ക്, 2 ടേക്ക് എ ബ്രേക്ക് തുടങ്ങാനായിട്ട് സർക്കാർ നിർദ്ദേശപ്രകാരം വന്നു. ഒരെണ്ണം വേങ്ങൂര് തുടങ്ങാൻ ചെന്നു, LDF സമ്മതിച്ചില്ല, മേളായി നടത്തി, സമരമായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അന്ന് അത് നടന്നില്ല. അത് കഴിഞ്ഞു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ, അതും ശ്രീ മാത്യു തോമസിന്റെ കാലത്ത് തന്നു. അതെ, അതും അവിടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ടേക്ക് എ ബ്രേക്ക് തുടങ്ങുവാൻ കഴിഞ്ഞു. CCTV അങ്കമാലി നഗരസഭയെ UDFന്റെ താല്പര്യം പരമാവധി ക്യാമറയ്ക്ക് പരിധിക്കുള്ളിലാക്കുക എന്നുള്ളതാണ്. 30 ലക്ഷം രൂപ നഗരസഭ ഈ തവണ ഉയർത്തി. അതിന് മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം കുറെ 14 എണ്ണം സ്ഥാപിച്ചു കഴിഞ്ഞു. 20 ലക്ഷം രൂപ MP ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ച്. ഈ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, ഡയാലിസിസ് സെന്റർ ഇവർ തുടങ്ങി വെച്ചു. കെട്ടിടം തുടങ്ങി, പണി ആരംഭിച്ചുള്ളൂ. കെട്ടിടം പണി പൂർത്തിയാക്കി മിഷനറി സംഘടിപ്പിച്ചതും ഡയാലിസിന്റെ പ്രവർത്തനം ആരംഭിച്ചതും ഒക്കെ ഈ നഗരസഭ ഇതിന്റെ കാലത്താണ്. ആദ്യം 8 മെഷീനിപ്പാക്കി 7 ഡയാലിസിസ് ഒരേ സമയത്ത് ഷിഫ്റ്റിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. 7 ഡയാലിസിസ് അറ്റ് എ ടൈമിൽ നടക്കും. പിന്നെ മൊബൈൽ ഫിസിയോതെറാപ്പി യൂണിറ്റ്. എന്ന് പറഞ്ഞാൽ, മൊബൈൽ ഫിസിയോതെറാപ്പി യൂണിറ്റ് ആഴ്ചയിൽ ആദ്യം 2 ദിവസമായിരുന്നു. ഇപ്പൊ അത് 5 ദിവസവും ആഴ്ചയിൽ എല്ലാ വീടുകളിലും ഈ കിടപ്പ് രോഗികളെ ഇതിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. സ്റ്റാഫ് കോട്ട് അവരുടെ കാലത്ത് തുടങ്ങിയതുകൊണ്ട് പ്രവർത്തനം ഉണ്ടായില്ല. അവർ അതിനെ കുറിച്ച് തുടങ്ങി വെച്ചു, ടെൻഡർ ചെയ്തു. പക്ഷേ ടെൻഡർ നടപടി കഴിഞ്ഞതിന് അതിന്റെ പണി പൂർത്തീകരിച്ചതും അതിന്റെ പ്രവർത്തനം സജ്ജമാക്കിയതും ഈ കൗൺസിൽ വന്നപ്പോൾ തന്നെയാണ്. ലൈബ്രറി ഡിജിറ്റലൈസ് ചെയ്തു. വളരെ വലിയൊരു കാര്യമാണ്. കാരണം ലൈബ്രറിയുടെ ഡിജിറ്റലൈസേഷന്റെ ഗുണം, ഈ പുസ്തകങ്ങൾ ഇവിടുന്ന് പലതും പോവുകയും പ്രശ്നമൊക്കെ ആയിട്ടിരിക്കുന്നത് ഇപ്പൊ ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്, എവിടെയാണ് എന്നുള്ള നിലയ്ക്ക് അത് കഴിഞ്ഞു. ഹരിത കർമ്മസേനയ്ക്ക് ESI ആനുകൂല്യം നേടിയ കേരളത്തിലെ ഏക നഗരസഭ അങ്കമാലിയാണ്. ഹരിത കർമ്മസേനയ്ക്ക് യൂസർ ഫീസ് ഏർപ്പെടുത്തിയ ആദ്യത്തെ നഗരസഭ അങ്കമാലിയാണ്. ഹരിത കർമ്മസേനയുടെ യൂസർ ഫീയും അതുപോലെ തന്നെ ഡിജിറ്റൈസേഷനും ഒക്കെ നടപ്പാക്കി. അതെ, യൂസർ ഫീ ഡിജിറ്റൈസ് ചെയ്തു. പിന്നെ എറണാകുളം ജില്ലയിലെ
രണ്ടെണ്ണം ഉണ്ട്. അത് സർട്ടിഫൈഡ് പിന്നെ ISO സർട്ടിഫിക്കറ്റ് കിട്ടുന്ന എറണാകുളം ജില്ലയിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി. ഇവർ പറയണ ISO സർട്ടിഫിക്കറ്റ് മുമ്പ് ഉണ്ടായിരുന്നു. തെറ്റാണ്, വെല്ലുവിളിക്കാണ്, ഫേക്ക്. അതായത് ഞാൻ കളക്ടറെ ഞങ്ങൾ ഇതിന് ക്ഷണിക്കാനായിട്ട് നമ്മൾ പോയപ്പോൾ കളക്ടർ പറയാണ് ഏതിന്റെയാണ് ISO? ഫേക്ക് ISO ഉണ്ട്. ആ ISO ആണോ? അല്ല, ഇത് ടാറ്റയുടെ അതുപോലെ തന്നെ കിലയുമായി സഹകരിച്ചിട്ടുള്ള ISO സർട്ടിഫിക്കേഷനാണ് അവരുടെ കയ്യിലുണ്ടായിരുന്നത്. തെറ്റായ വ്യാജ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ISO ആയിരുന്നു. ഇതാണ് ISO, ശരിയായിട്ടുള്ള ISO സർട്ടിഫിക്കറ്റ്. പിന്നെ ഏറ്റവും കൂടുതൽ പദ്ധതി വീതം ചെലവഴിച്ചത് അങ്കമാലി നഗരസഭയാണ് എറണാകുളം ജില്ലയിൽ. അതിനകത്ത് പദ്ധതി വീതം ചെലവഴിച്ച എറണാകുളം ജില്ലയിലെ ആദ്യത്തെ നഗരസഭ അങ്കമാലി നഗരസഭ മാത്രമല്ല, കേരളത്തിലെ 6ാമത്തെ നഗരസഭ അങ്കമാലി നഗരസഭയാണ്. പിന്നെ ഈ റവന്യൂ കളക്ഷൻ 95% നമ്മൾ റവന്യൂ കളക്ഷൻ പൂർത്തിയാക്കി. പിന്നെ പീച്ചാനിക്കാട് ഗവൺമെന്റ് സ്കൂളിന് മറ്റേ ഗ്രൗണ്ട് ഫ്ലോർ മാത്രം അവർ പണിതു. ബാക്കി 55 ലക്ഷം രൂപ വകയിരുത്തി. 1ാം നില പൂർത്തീകരിച്ചത് ഈ കൗൺസിലിന്റെ കാലത്താണ്. അത് വികസനമല്ല എന്ന് പറയാൻ പറ്റുമോ? അല്ലാതെ അത് അവർ തുടങ്ങിയെന്ന് പറയാൻ പറ്റുമോ? ഫർണിച്ചർ വാങ്ങുന്നതിന് 4 ലക്ഷം രൂപ വകയിരുത്തി. JBS ടോയ്ലറ്റ് ബ്ലോക്ക്, കിച്ചൺ, സ്റ്റോർ, അത് 35 ലക്ഷം രൂപയാണ് അതിനുവേണ്ടി ചെലവഴിച്ചത്. അങ്ങനെ വികസനത്തിന്റെ നേട്ടങ്ങൾ പറയുകയാണെങ്കിൽ ഇനിയും പറയാനുണ്ട്. പിന്നെ നായത്തോട് സ്കൂളിന് 35 ലക്ഷം രൂപ MLA ഇതിൽ നിന്ന് ലഭിച്ചു. സ്മാർട്ട് ക്ലാസ് റൂം ആരംഭിക്കാൻ കഴിഞ്ഞു. ഓഡിറ്റോറിയം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 15 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് പിന്നെ അവിടെ ഓഡിറ്റോറിയം പണിതു, പൂർത്തീകരിച്ചു. കവാടം ഉണ്ടാക്കുന്നതിന് വേണ്ടി MLA 7 ലക്ഷം രൂപയുടെ അതിന്റെ കഴിഞ്ഞു. അതിന്റെ പണി ആരംഭിക്കാൻ പോവാണ്. കോതോളങ്കര സ്കൂൾ നവീകരിച്ചു. എത്തിക്കോട് കമ്മ്യൂണിറ്റി ഹാൾ നവീകരിച്ചു. കുളങ്ങളൊക്കെ നവീകരിച്ചു വരുന്നു. ഇപ്പാടത്ത് RRFന്റെ പ്രവർത്തനം ഇപ്പൊ ശക്തിയായി പ്രവർത്തനക്ഷമമായി മുന്നോട്ട് പോകുന്നു. MCFന്റെ പണി പൂർത്തീകരിച്ചു. MCFന്റെ ഏതെങ്കിലും MLA MP കൂടാതെ ഒരു വേറെ ആരെങ്കിലും കുറച്ച് ഒരു വലിയ ആളെ വല്ലതും കിട്ടുകയാണെങ്കിൽ അത് കൊണ്ടുവന്ന ഈ മാസം അടുത്ത ആദ്യം തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യും. ചെയർമാന്റെ ദുരിതാശ്വാസത്തിൽ നിന്ന് നിരവധി പേർക്ക് ലക്ഷക്കണക്കിന് രൂപ ഇപ്പോൾ സഹായം നൽകി 2 പ്രാവശ്യം കൊടുത്തു. അത് UDFന്റെ ആളുകൾക്ക് എന്നാണ് അവർ UDFന്റെ ലിസ്റ്റ് എടുത്തു തരാം. അവരുടെ കൗൺസിലർമാർ തന്നിട്ടുള്ള ആളുകളുടെ ഇടതുപക്ഷക്കാർക്കോ BJPക്കാർക്കോ ആർക്കും യാതൊരു ഇതുമില്ലാത്തോണം സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. പുതിയ റോഡുകളുടെ നവീകരണം, പ്ലാസ്റ്റിക് മറ്റേ ബോട്ടിൽ ബൂത്ത്, ആ സംഗതി, പിൻബിൻ, അതൊക്കെ നിരവധി സ്ഥാപിച്ചു. ജൈവമാലിന്യ സംസ്കരണത്തിനായി ഗാർഹിക ആവശ്യങ്ങളിൽ 4000 ബയോഡൈജസ്റ്റ് സ്പോട്ട് ബിന്നുകൾ, സോക്പിറ്റ് എന്നിവ നൽകി. പിന്നെ അവരുടെ ഉള്ള കുറച്ച് കാര്യങ്ങൾ പാളിച്ചകൾ എന്ന് പറയും അങ്ങനെ